ആന്റണിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഇപ്പോൾ TG നന്ദകുമാർ 24 പ്രതികരിക്കുകയാണ് അതിലേക്ക്. ആ ഹോണ്ട സിറ്റി കാർ അങ്ങേരുടെ അസറ്റ് ഡിക്ലെയർ ചെയ്തതിനകത്തുണ്ട്. ഇലക്ഷന് കൊടുത്ത അസറ്റിൽ അദ്ദേഹത്തിന്റെ പേരിലുള്ള കാറായിരിക്കണം. എന്റെ ഉത്തരവാദിത്വം എന്താണ്? അദ്ദേഹം പണം വാങ്ങിയത് പ്രൂവ് ചെയ്യുക. ഞാനത് നിങ്ങൾക്ക് എല്ലാവർക്കും ചൊവ്വാഴ്ചയോടുകൂടി ഞാൻ വിതരണം ചെയ്യും. പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടല്ലോ. ഇതിനകത്ത് അനിൽ ആന്റണി പറയുന്നത് യാതൊരു തെളിവും അത്തരത്തിൽ താങ്കളുടെ കൈവശം പ്രൂവ് ചെയ്യാനില്ല. എന്ത് തെളിവാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്? താൻ പണം വാങ്ങിയെങ്കിലല്ലേ ഇത്തരത്തിൽ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്നതാണ് അനിൽ ആന്റണി ചോദിക്കുന്നത്. താങ്കളുടെ കയ്യിൽ രേഖകളുണ്ട്, തെളിവുണ്ട്, വീഡിയോ ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അന്ന് പറഞ്ഞത് എങ്ങനെയാണ്, ഇന്നവരാണ് എനിക്ക് പണം തിരിച്ചു വാങ്ങാൻ ഇടപെട്ടത്. അനിൽ ആന്റണി എനിക്ക് വെറുതെ കൊടുക്കാത്തൊരു പണം തിരിച്ചു തരൂല്ലല്ലോ. തിരിച്ചു തന്നെന്ന് ഞാൻ സമ്മതിക്കുന്നുണ്ട്, ഇടപെട്ടവരും സമ്മതിക്കുന്നുണ്ട്. ഇല്ലേ? ഇന്ന PJ കുര്യൻ ഇടപെട്ടെന്ന് അദ്ദേഹം സമ്മതിച്ചല്ലോ. എന്ത് വിഷയമാണെന്ന് അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. എനിക്ക് പണം തന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം എനിക്ക് അയച്ച മെസ്സേജുകൾ, അദ്ദേഹം എന്റെ ഫോൺ ബ്ലോക്ക് ചെയ്തത് ഞാൻ പണം ചോദിച്ചപ്പോൾ, കാലഘട്ടങ്ങൾ, അതൊന്ന് സീരിയൽ ബേസ് ആക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. സീരിയൽ ബേസ് ആക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ ക്ലിയർ ആവും. ഈ ഫോൺ ബ്ലോക്ക് ചെയ്തത് പണം തിരികെ ചോദിച്ചപ്പോഴാണ്, അതാണ് പറയുന്നത്. പണം അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, എന്റെ നിരന്തര ശല്യം സഹിക്കാൻ ഞാൻ ബ്ലോക്ക് ചെയ്തെന്ന്. പക്ഷെ പറഞ്ഞത് പണം തിരികെ ചോദിച്ചപ്പോഴെന്നല്ല, തന്നെ വിളിച്ച് പല കാര്യങ്ങളും ആവശ്യപ്പെടുകയും ആവശ്യപ്പെട്ടു. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഇത്രയും വ്യക്തവും കൃത്യമായ ആരോപണം പറഞ്ഞല്ലോ. മനസ്സിലായില്ലേ? അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ക്ലിയർ ആയിട്ടല്ലേ പറഞ്ഞ. ഡിഫൻസ് മിനിസ്റ്ററുടെ വീട്ടിലെ ഓഫീസിൽ വരുന്ന ഫയലുകളുടെ കോപ്പി എടുത്തു കൂടെ തന്ന് എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയെന്ന് ആ ഭാഗമേ അദ്ദേഹം വേണ്ടിയിട്ടില്ല. അദ്ദേഹം ആകെ എന്റെ പണത്തിന്റെ ഇടപാടിൽ മാത്രമല്ല അദ്ദേഹം ആർഗ്യ ചെയ്തുകൊണ്ടിരുന്നത്. ഞാനത് പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രൂവ് ചെയ്തിരിക്കും. സംശയം എന്താ? കൈവശം തെളിവുണ്ട്, അതായത് വീഡിയോയുണ്ട്, ഫോട്ടോയുണ്ട്, അതാണ് പറയുന്നത്. അനിൽ ആന്റണി എന്നെ ബന്ധപ്പെട്ടു, എന്റെ കയ്യിൽ നിന്ന് പൊതി ഏറ്റുവാങ്ങി ദുബായ് ഡ്യൂട്ടി പേഡിന്റെ എന്ത് നിയമനത്തിന് വേണ്ടി അതിന് ആ എംപാനൽ ചെയ്ത ലിസ്റ്റ്, അനിൽ ആന്റണിയുടെ ഗൂഢസംഘങ്ങളുടെ പ്രവർത്തനം, ആ പണം തിരിച്ചു കിട്ടാൻ ഞാൻ PJ തോമസിനെ അപ്രോച്ച് ചെയ്തത്, അനിൽ ആന്റണിയെ വിളിച്ചത്, എന്നോടൊപ്പം അനിൽ ആന്റണിയോടൊപ്പം പോവാൻ വന്നവര്, ഈ ഡിഫൻസ് പേപ്പറുകൾ കിട്ടിയവര്, ഇതെല്ലാം വരുമല്ലോ. അധികം കൂടുതൽ ആർഗ്യുമെന്റിന് പോയാൽ. വീഡിയോയും ഫോട്ടോയും കൈവശം ഉണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. വീണ്ടും പറയണല്ലോ, ഞാൻ പ്രൂവ് ചെയ്യണ ഉത്തരവാദിത്വമല്ലേ ഉള്ളത്. നിങ്ങൾ എടുത്ത് ചോദിക്കണ്ട. ഞാൻ അനിൽ ആന്റണി എന്നെ അറിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ. അദ്ദേഹത്തെ നിരന്തരം ശല്യപ്പെടുത്തിയെന്ന് പറഞ്ഞല്ലോ. അന്നല്ല അദ്ദേഹം പറഞ്ഞു എന്നെ അറിയില്ല, ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നില്ലല്ലോ. ഇല്ലല്ലോ. എനിക്ക് തന്ന, ഞാൻ കൊടുത്ത 25 ലക്ഷം രൂപ ഞാനിപ്പോ ഒരു പടം നിങ്ങൾക്ക് തരാം. ഈ പടം, ഈ പടത്തിൽ നടുക്ക് നിൽക്കുന്ന ആളാണ് ആൻഡ്രൂസ്. ഈ സിൻഡിക്കറ്റിന് സകല തട്ടിപ്പുകൾക്കും ചുക്കാൻ പിടിക്കുന്ന കർണാടകക്കാരൻ. അയാളെ കുറിച്ച് അന്വേഷിച്ചറിയാം. ഇപ്പൊ അവർ NDA ക്യാമ്പിലായി. പാതിരിമാര് കേരളത്തിൽ നിന്ന് ന്യൂഡൽഹി പോയി മോദിയെ കണ്ട് മുസ്ലിം മുന്നേറ്റങ്ങളും കൺവർഷനും തടയണമെന്ന് പറഞ്ഞപ്പോ ഈ പാതിരിമാരെ കൊണ്ടുപോയത് 2 മിടുക്കന്മാരാണ്, അവരുടെ സ്പോൺസർമാർ. ഒന്ന് ജോയി ലൂക്കാസും, ആ കൂട്ടത്തിൽ സൂട്ടിട്ട് കയറിയ ആളാണ് ആൻഡ്രൂസ്. ഈ അനിൽ ആന്റണിയുടെ ഒബ്രോയിൽ സ്ഥിരം റൂമെടുത്ത് ബാംഗ്ലൂരും ന്യൂഡൽഹി ഒബ്രോയിലും റൂമെടുത്ത് കച്ചവടങ്ങൾ ഉറപ്പിക്കുന്നതിന്റെ സൂത്രധാരൻ, അനിലിനെ കച്ചവടം പഠിപ്പിച്ച ആളാണ് ആൻഡ്രൂസ്. ഈ ആൻഡ്രൂസ് 5 ലക്ഷം രൂപയും 20 ലക്ഷം അനിൽ കൊടുത്തെന്ന് അനിൽ എനിക്ക് അയച്ച മെസ്സേജ് ഉണ്ട്. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ ഇന്ത്യയിലേക്ക് കൂറുമാറി. PMOന് അപകടം പറ്റിയിട്ടാണ് ഇവർ രണ്ടുപേരും, ജോയി ലൂക്കാസ്, അതായത് ED അന്വേഷണം നേരിടുന്ന ജോയി ലൂക്കാസും ഈ ആൻഡ്രൂസും. നിങ്ങൾ അന്വേഷിക്കുക, കർണാടക. ഞാൻ നമ്പർ തരാം, ആണോ? വിളിച്ചു. അതിന് പിന്നിലും അനിൽ ആന്റണിയാണെന്നാണ്. അനിൽ ആന്റണിയിലെ ആൻഡ്രൂസിന്റെ കൂടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ആൻഡ്രൂസ് എങ്ങനെ മോദിയെ കാണുന്നത്? പാതിരിമാരുടെ കൂട്ടത്തിൽ കടന്നു കയറിയ 2 ആളുകളാണ് ഈ ആൻഡ്രൂസ്. അല്ല, ഫുൾ നെയിം ആ പഴയ 25 ലക്ഷത്തിന്റെ കണക്കിൽ ഇയാളാണെന്നാണ് അനിൽ എന്നോട് പറഞ്ഞത്.
ഇയാൾ 5 ലക്ഷം തന്നാലേ ബാക്കി തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാണ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് വൈകിയത്. ഒരു കാര്യം കൂടി, അനിൽ ആന്റണി പറഞ്ഞ ഒരു കാര്യം, PJ കുര്യന്റെ പ്രമാദമായ ഒരു കേസ് ഒത്തുതീർപ്പാക്കിയത് TG നന്ദകുമാറാണെന്നാണ് പറയുന്നത്. ആ പ്രമാദമായ കേസ് ഏതാണ്? അതങ്ങനെ സൂര്യനെല്ലി കേസാണ് ഈ പറയുന്നത്. സൂര്യനെല്ലി കേസിന്റെ സമയത്ത് PJ കുര്യനെ എതിർത്ത ആളാണ് ഞാൻ, VS അച്യുതാനന്ദനോട് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് പ്രമാദമായ കേസ് സെറ്റിലാണ്? രണ്ടാമത് സൂര്യനെല്ലി കേസ് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് കുര്യൻ ഡാമേജിലായി. അന്ന് കുര്യൻ ഞാൻ തമ്മിൽ ശണ്ട കൂടിയ ആളാണ്. ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ മിസ്സിസ് മരിച്ചിട്ടൊന്നും അദ്ദേഹത്തെ കാണാൻ പോകാൻ പോലും പറ്റിയിട്ടില്ല എനിക്ക്. പിന്നെ ഞാൻ എന്തിനാ കൂടാലോ നടത്തണം? ആയൊക്കെ എന്നോട് സന്തോഷ സഹചാരിയാണ് ആര്? PJ കുര്യൻ. അങ്ങനെ എന്റെ കൂടെ നിൽക്കുമോ? എന്റെ കൂടെ നിൽക്കുമോ? ഒരു ഇഷ്യൂ എന്നാ പറ. പാരമ്പര്യ ബന്ധം എക്കാനോടല്ലേ, പരമ്പരാഗത ബന്ധമല്ലേ എന്നോട്. ഇനി ഇദ്ദേഹത്തിന്റെ പേര് പറയാം, ഈ ഗൂഢാലോചനക്കാരന്റെ. ഇയാളാണ് എന്ന് എനിക്ക് ഇങ്ങനെ അയച്ച മെസ്സേജ് ഉണ്ട്. ആൻഡ്രൂസ് ആന്റണി എന്നാണ് ഈ സിൻഡിക്കേറ്റ് തലവന്റെ പേര്. പാതിരിമാരോടൊപ്പം 2 നുഴഞ്ഞുകയറ്റക്കാരുണ്ടായിരുന്നു പാതിരിമാരെ പ്രധാനമന്ത്രി കണ്ടപ്പോൾ. ഒന്ന് ആൻഡ്രൂസ് ആന്റണി, ഒന്ന് ജോയി ലൂക്കാസും. വിവാദമായല്ലോ ആ കാര്യങ്ങൾ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, എന്തായാലും അനിൽ ആന്റണിക്ക് ഈ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ആ സമയത്ത് ഈ പണമൊക്കെ വാങ്ങുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് കരുതാൻ പറ്റത്തില്ല. ഇത് സ്വന്തം നിലയിലാണോ അതോ AK ആന്റണി വഴിയാണോ ഇത് ചെയ്തു തരും? AK ആന്റണി ഒന്നും ഞാൻ ശപിക്കൂല. AK ആന്റണിയുടെ പേരൊന്നും ഞാൻ പറയൂല. കാരണം ഞാൻ AK ആന്റണിയായിട്ട് ഇന്നേ വരെ ഫേസ് ടു ഫേസ് സംസാരിച്ചിട്ടില്ല. AK ആന്റണി എന്ന മനുഷ്യനെ എനിക്കറിയാന്നുള്ളത് എന്നെ AK ആന്റണിക്ക് അറിയില്ല. അദ്ദേഹത്തിന്റെ പേരൊന്നും ഞാൻ വലിച്ചഴിക്കൂല. പക്ഷെ AK ആന്റണിയെ ഉപജീവനത്തിന് ഉപയോഗിച്ച് വിറ്റ് കാശാക്കിയ ആളാണ് അനിൽ ആന്റണി. AK ആന്റണിയെ വെച്ച് ഉപജീവനം നടത്തി 52 കൊല്ലം പാർലമെന്റേറിയനാണെന്ന് അനിൽ തന്നെ പറഞ്ഞു. ജനിച്ചപ്പോൾ തുടങ്ങി AK ആന്റണി സർക്കാർ ചെലവിലാണ് ജീവിച്ചു വന്നത് എന്നാണ് എന്റെ അറിവ്. ആന്റണി ജനിച്ചപ്പോൾ ഞാൻ ജനിച്ചിട്ടില്ല, ഞാൻ കേട്ടറിവുള്ളൂ. എന്റെ കാഴ്ചപ്പാട് തിരിഞ്ഞ കാലം തൊട്ട് ആന്റണി പൊസിഷനിലുണ്ട്. അപ്പൊ ആന്റണി വിറ്റ് പണം സമ്പാദിച്ച ആളാണല്ലോ അനിൽ. അല്ലാണ്ട് അനിലിന് എന്ത് ഗ്ലാമർ ഉണ്ട്? AK ആന്റണിയുടെ മകൻ എന്നുള്ള ഗ്ലാമറല്ലേ അനിലിനുള്ളൂ. അനിലിന്റെ പിതാവെന്നല്ല ആരും പറയൂലല്ലോ. അവസരം കിട്ടി. ഞാൻ പറഞ്ഞില്ലേ, PJ തോമസ് ഫോർമർ CVC, അതിനാണ് PJ കുര്യൻ എന്ന് പറയുന്നത്, ഇൻസുലേറ്റി പറയണേന്ന്. 2 ഈ ആൻഡ്രൂസ് ആണ് ഈ ബുദ്ധി കേന്ദ്രം, പണം പിടുങ്ങണതിന്റെ. ബാംഗ്ലൂർ ഒബ്രോയിൽ റെഗുലർ റൂമാണ്, ഡൽഹി ഒബ്രോയിലും റെഗുലർ റൂമാണ് കച്ചവടം ഉറപ്പിക്കാൻ. ഇപ്പൊ പ്രൈം മിനിസ്റ്റർ എടുത്തുകൊണ്ടുപോയി. ആ പടം ഞാൻ കാണിച്ചില്ലേ? ആ പടം മോറഫല്ലല്ല. പാതിരിമാരുടെ ചടങ്ങിൽ 2 പേര് അവിഹിതമായി കയറിയെന്നാണ് ഒരു പരാതിയും ബഹളമൊക്കെ കണ്ടത്. ഒന്ന് ജോയി ലൂക്കാസ് ED അന്വേഷണം നേരിടുന്നതാണ്, ഒന്ന് ഇവരാണ് പാതിരിമാരെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കൊണ്ടുപോയെന്നാണ്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഒരു BJP വനിതാ നേതാവിനെതിരെ ഈ 10 ലക്ഷം രൂപയുടെ ആരോപണം ഉന്നയിച്ചിരുന്നു. അതിനുള്ള തെളിവുകൾ സത്യത്തിൽ അക്കൗണ്ട് വഴി കൊടുത്തേക്കണ പൈസ അത് അന്നത്തെ പോലത്തെ അന്ന് ക്യാഷ് ഉപയോഗിക്കാം 14 ശേഷം ക്യാഷ് നിയന്ത്രണം വന്ന്. ഇപ്പൊ ഞാൻ അക്കൗണ്ട് വഴി കൊടുത്തതാണ്. ആ നേതാവിന് 10 ലക്ഷം രൂപ, തീപ്പൊരി നേതാവിന് 10 ലക്ഷം രൂപ ലാൻഡ് വാങ്ങാനായിട്ട് കൊടുത്തു. തീപ്പൊരി എന്ന് പറഞ്ഞൊരു നേതാവൊന്നുമില്ലല്ലോ, ആ പേര് തീപ്പൊരിയൊക്കെ ഉണ്ട്. ഇപ്പൊ പറയാൻ പറ്റട്ടെ, അവര് നിഷേധിച്ചാലാണല്ലോ പിന്നെ എനിക്ക് രേഖ കാണിക്കേണ്ടേ ഉള്ളത്. അക്കൗണ്ടിൽ കൊടുത്തിട്ട് ജനുവരി 4 2020 പേടി കൊണ്ടാണോ ഈ തീപ്പൊരിയുടെ പേര് പറയാത്തത്? എനിക്കെന്തിനു ഭയം ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഞാൻ പറയണത് വെച്ചാൽ ഒരു മാന്യത എനിക്കുണ്ട്. ഈ തീപ്പൊരി ഇപ്പൊ സ്ഥാനാർത്ഥിയാണ്. അതെ, പേര് ഞാൻ പറയൂല. ഞാനായിട്ട് പേര് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. എന്റെ കയ്യിൽ നിന്ന് അവരുടെ പേരിലിരിക്കുന്ന ഭൂമി എനിക്ക് തരാമെന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് പ്രമാണങ്ങൾ എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. അവര് ഇപ്പൊ നടത്തിയിരിക്കുന്നതൊന്നും ക്യാഷ് ട്രാൻസാക്ഷൻ അല്ല, അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആണ്. ആ പ്രമാണം അന്വേഷിച്ച് ചെന്നപ്പോൾ അത് ഓൾറെഡി ഇതുപോലെ തന്നെ 2 പേർക്ക് പണം വാങ്ങി ഓഫർ ചെയ്ത് കൊടുത്തു പോയതാണ്. എന്നാണ് ഈ പണം ട്രാൻസാക്ഷൻ നടന്നത്? പണം ട്രാൻസാക്ഷൻ നടന്നത് 4 മിനിറ്റ്. പണം ട്രാൻസാക്ഷൻ നടന്നത് പെട്ടെന്ന് കാണാണ്ട് പറയാൻ പറ്റില്ല. ഒരു വർഷം, കഴിഞ്ഞ വർഷം ജനുവരി. ഞാൻ റിട്ടേൺസ് കൊടുത്തപ്പോൾ അത് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ചോദിച്ചപ്പം പിന്നീട് ആ വനിതാ നേതാവ് പറഞ്ഞു എടുക്കൂലായിരുന്നു, പിന്നെ എന്നെ തിരിച്ചു വിളിക്കൂല. ആ വനിതാ നേതാവ്, ആ വനിതാ തീപ്പൊരി ഇന്ത്യയിൽ പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും പ്രസിഡന്റ് ഒഴിച്ച് ഏത് പോസ്റ്റും BJPയിൽ വാങ്ങിക്കൊടുക്കാന്ന് പറയും. സ്വന്തമായിട്ട് ശ്രമിച്ച 1 കോടി രൂപ പോവും ചെയ്യുന്നതാണ് കേട്ടത് ഗവർണറാവാൻ. സ്വന്തമായി ശ്രമിച്ച 1 കോടി രൂപ പോയി. പ്രകാശ് ജാവ്ദേക്കർ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടായിരുന്നു, ഈ നന്ദകുമാറുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഒരാളെ അറിയില്ല എന്നാണ്. എന്നെ അദ്ദേഹം കുമാറിനെ വിളിക്കണം, പിന്നെ നന്ദകുമാറിനെ ചോദിച്ചാൽ അങ്ങനെ മനസ്സിലാക്കണം. അദ്ദേഹം ക്രൈം നന്ദകുമാറാണെന്ന് തെറ്റിദ്ധരിച്ചു കാണും. കറക്റ്റാ അദ്ദേഹം പറഞ്ഞത്. എന്താ നല്ല ബന്ധമുണ്ടോ അദ്ദേഹത്തിന്? എനിക്കറിയാം, എനിക്ക് അദ്ദേഹത്തെ അറിയാം. വെറുതെ അറിയാന്ന് പറഞ്ഞ ഈ ചാനലിലൊക്കെ കണ്ടും പത്രത്തിൽ കണ്ടുള്ള അറിവാണോ, അല്ല അടുത്ത അറിവുണ്ടോ? ചാനലിലും പത്രത്തിലും കാണുന്ന അറിവല്ലല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന അറിവ് ആണോ?
അടിസ്ഥാനപരമായ അറിവല്ലേ പുറത്തു വന്നത്. എനിക്ക് അദ്ദേഹത്തെ അറിയാം. നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായിരുന്നു ചർച്ച? ഒരു എയർപോർട്ടിൽ നിന്ന് അദ്ദേഹം എന്റെ ടാക്സി കയറി കുറച്ചിട വരെ ഞങ്ങൾ യാത്ര ചെയ്തു. അദ്ദേഹം ചോദിച്ചു CPM ന്ന് എങ്ങനെ വല വീശാം. ഞാൻ പറഞ്ഞു വെറുതെ അതൊക്കെ തെറ്റിദ്ധാരണയാണ്. ഒരു വല വീശലിനും ഇവിടത്തെ ആരും വശംവദരാവൂല. കാരണം കേരളത്തിൽ വല വീശലിന് വിധേയനായാൽ അവർ ഒറ്റപ്പെട്ടു പോകും. നിങ്ങളുടെ സംവിധാനത്തോടൊപ്പം പ്രവർത്തിക്കാൻ ആളെ കിട്ടാൻ പാടാണ്. ഒരുമിച്ച് രാഷ്ട്രീയം ചർച്ച ചെയ്തു. അദ്ദേഹം എന്നോട് പറഞ്ഞ് ഞങ്ങൾ മുരളി അപ്രോച്ച് ചെയ്തു, കെ മുരളീധർ കുഞ്ഞാലിക്കുട്ടിയെ ഒരു വനിതാ തീപ്പൊരി വഴി ശ്രമം നടത്തി. രമേശ് ചെന്നിത്തല ഓപ്പോസിഷൻ പോയി വിഷമിച്ചപ്പ മുട്ടി നോക്കി, പക്ഷെ ഒന്നും തുറക്കപ്പെട്ടില്ല. ഞങ്ങൾ തുറക്കണേ ഇങ്ങനെ അവരനാഥരാവൂലേ? കെ മുരളീധരനെയും രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയെ അപ്രോച്ച് ചെയ്തു എന്ന് താങ്കളോട് അദ്ദേഹം സംസാരിച്ചു. സംസാരം അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു വെരി ഡിഫിക്കൽട്ടാണ് എന്ന് പറഞ്ഞാൽ അവർ പോയെന്നല്ല അതിന്റെ അർത്ഥം. അവരെ കാണാൻ ശ്രമിച്ചു, സ്വാഗതം ചെയ്തു. വെൽക്കം ടു കേരള എന്ന് പറയൂലേ ടൂറിസ്റ്റ് വരുമ്പോ, പറഞ്ഞു നോക്കി, ഏറ്റില്ല. കാരണം അനാഥരാവാൻ ആരെങ്കിലും പോവോ? അനാഥത്വം വലുതല്ലേ. ഇപ്പൊ ഒരു നിവർത്തിയുമില്ലാതെ യാതൊരു റെക്കഗ്നേഷനും കിട്ടാതെ സ്ലോട്ട് ഇല്ലാത്തവരെ മാത്രമേ ഇവർക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അല്ലാത്ത ആരെങ്കിലും കേരളത്തിൽ ബുദ്ധിമോശം കാണിക്കും. നമ്മൾ കണ്ടില്ലേ കോൺഗ്രസിന്റെ വക്താവായിരുന്നു എല്ലാ ദിവസവും TV നിറഞ്ഞു നിന്ന ടോം വടക്കൻ അനാഥനായത്. പിന്നെ 2 വർഷത്തിന് ശേഷം പത്മജ BJPയുടെ ഭാഗമാകുമ്പോഴാണ് നമ്മൾ ടോം വടക്കൻ ഓർക്കണത് തന്നെ കണ്ടതും ഇല്ലേ. കേരളത്തിലെ സവിശേഷ സാഹചര്യത്തിൽ നടക്കും. ഒരു സീറ്റും ജയിക്കാനും പോകുന്നില്ല. TG നന്ദകുമാർ S ശ്രീകാന്തിനോട് സംസാരിക്കുകയാണ്. പുതിയ വിവാദങ്ങളാണ് ഇപ്പോൾ നന്ദകുമാർ തുടങ്ങി വെക്കുന്നത്. പ്രകാശ് ജാവ്ദേക്കറുമായി അടുത്ത ബന്ധമാണുള്ളത്. കുമാർ എന്നാണ് തന്നെ വിളിക്കാറ്. നന്ദകുമാർ എന്ന് പറഞ്ഞാൽ ജാവ്ദേക്കർ അറിയുന്നുണ്ടാകില്ല. അതുകൊണ്ടുണ്ടായ ആശയക്കുഴപ്പമാകാം. പുറത്തു വന്നത് താനുമായി അടുത്ത ബന്ധമുള്ള തെളിവുകളാണ്. CPMനെ എങ്ങനെ വലവീശാമെന്ന് പ്രകാശ് ജാവ്ദേക്കർ ചോദിച്ചു നന്ദകുമാറിനോട് എന്ന പുതിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നന്ദകുമാർ പറയുന്നത്. നിങ്ങളുടെ കൂടെ കൂടാൻ ആളെ കിട്ടില്ല എന്ന് നന്ദകുമാർ അപ്പോൾ മറുപടി പറഞ്ഞു. കെ മുരളീധരനെയും പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടപ്പെട്ട നിരാശനായ ഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയും ബന്ധപ്പെടാൻ നോക്കി. കുഞ്ഞാലിക്കുട്ടിയെയും അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചു, പറഞ്ഞു നോക്കി, പക്ഷേ ഒരു സാധ്യതയും തെളിഞ്ഞു കിട്ടിയില്ല എന്നാണ് നന്ദകുമാർ പറയുന്നത്. കൂടാതെ അനിൽ ആന്റണി 20 ലക്ഷവും 5 ലക്ഷം വാങ്ങിയത് ഈ തട്ടിപ്പ് സംഘത്തിന്റെ സൂത്രധാരനായ ആൻഡ്രൂസ് എന്ന വ്യക്തിയുമാണ് എന്നതടക്കമുള്ള വിവരങ്ങളുമാണ് നന്ദകുമാർ പറഞ്ഞത്. വീഡിയോ ദൃശ്യത്തിന്റെ കാര്യം ശ്രീകാന്ത് ആവർത്തിച്ച് ചോദിക്കുമ്പോഴും നന്ദകുമാറിന് മറുപടിയില്ല. ടെലിഫോൺ രേഖകൾ നൽകാം ചൊവ്വാഴ്ചക്കകം എന്നാണ് ഇപ്പോൾ നന്ദകുമാർ പുതുതായി പറയുന്നത്.